PSC ലേണേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഒരുപാട് വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് സോഷ്യൽ റിഫോമേഴ്സ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വലിയൊരു ടോപ്പിക്കാണ്. 10-12 സോഷ്യൽ റിഫോമേഴ്സ് ഇവിടെ ടോപ്പിക്കിലുണ്ട്, സിലബസിലുണ്ട്. അപ്പൊ നമ്മൾ അതിലത്തെ ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഒരു 4-5 സോഷ്യൽ റിഫോമേഴ്സിനെ ഇന്ന് നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. അദ്ദേഹമാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോ അത് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങാണ്. അദ്ദേഹം ജനിച്ച ഒരു നവോത്ഥാന നായകനെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജനന വർഷം, ഡേറ്റ്, അതുപോലെ തന്നെ ജനന സ്ഥലം, അദ്ദേഹം മരിച്ച ദിവസം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മാതാപിതാക്കൾ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒട്ടുമിക്ക പോയിന്റ്സും ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള PYQs ആണ്. അപ്പോ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാനില്ല. എങ്കിൽ കൂടിയും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ജനനം എന്ന് പറയുന്നത് 1856 ആഗസ്റ്റ് 20 ആണ്. അദ്ദേഹം തിരുവനന്തപുരത്താണ് ജനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ചെമ്പഴന്തി വയൽവാരം വീട്. മാതാപിതാക്കൾ വരുന്നത് മാടനാശാനും അമ്മ കുട്ടിയമ്മയാണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നാരായണൻ, നാണു ആശാൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ നവോത്ഥാനത്തിന്റെ പിതാവ്, കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ്. അപ്പൊ അദ്ദേഹം ജനിക്കുമ്പോഴത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. നമുക്കറിയാം 1856 കാലഘട്ടത്തിലൊക്കെ തിരുവിതാംകൂര് ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരു തന്നെയാണ്. അദ്ദേഹം സമാധിയായത് 1928 സെപ്റ്റംബർ 20. ശിവഗിരി, സമാധി സ്ഥലം എവിടെയാ? ശിവഗിരിയാണ്. ഓക്കെ, ഇനി ഈ സോഷ്യൽ റിഫോമേഴ്സിൽ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഈ നവോത്ഥാന നായകന്മാർ വേറെ പല നവോത്ഥാന നായകന്മാരുമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളുടെ സ്ഥലം, ഡേറ്റ്, ഇതൊക്കെ PSC ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു മൂത്തപ്പിള്ള ആശാനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ മറ്റു ഗുരുക്കന്മാർ തൈക്കാട് അയ്യ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ഈ തൈക്കാട് അയ്യൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്നതാണ് സോഷ്യൽ റിഫോമേഴ്സ്. ഇനി കൂടിക്കാഴ്ചകളിലേക്ക് കടക്കാം. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് ആളുകളായിട്ട് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അപ്പൊ അത്രയും വർഷങ്ങൾ ഉണ്ട്. ഇതിലിപ്പോ ചട്ടമ്പി സ്വാമികളുണ്ട്, കുമാരനാശാൻ ഉണ്ട്, ഡോക്ടർ പൽപ്പു ഉണ്ട്, അയ്യങ്കാളി ഉണ്ട്, രവീന്ദ്രനാഥ ടാഗോർ ഉണ്ട്, ഗാന്ധിജി ഉണ്ട്. അപ്പൊ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുള്ളവരൊക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അങ്ങനെ നിസ്സാരമായി അവഗണിച്ച് കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത്. 1882 ചട്ടമ്പി സ്വാമികളുമായിട്ട് ആനിയൂർ ക്ഷേത്രത്തിൽ, ഇതിന് ശേഷമുള്ള ആദര സൂചകമായി ഗുരു രചിച്ച കൃതിയാണ്, അതായത് ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി. അത് കഴിഞ്ഞ 1891 കുമാരനാശാനുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട്. 1895 ഡോക്ടർ പൽപ്പു ആയിട്ട് ബാംഗ്ലൂര്, സ്ഥലം കൂടി അറിഞ്ഞിരിക്കാം. പിന്നെ 1912 അയ്യങ്കാളിയുമായി ബാലരാമപുരത്തും, 1914 വാഗ്ഭടാനന്ദൻ, 1922 രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിനോടൊപ്പം CF ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ആളും ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം രവീന്ദ്രനാഥ ടാഗോറുമായിട്ടുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് കുമാരനാശാനായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ രവീന്ദ്രനാഥ ടാഗോറിൽ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പലവട്ടം PSCക്ക് ചോദിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത് 1925 കൂടെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഗാന്ധിജി വരുമ്പോ എന്തായാലും ഒറ്റയ്ക്ക് ആവില്ല വരിക, കുറച്ച് ആൾക്കാർ എന്തായാലും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ കൂടെയുള്ള ആൾക്കാരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. P രാജഗോപാലാചാരി, മഹാദേവ് ദേശായി, EV രാമസ്വാമി നായ്ക്കർ, ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. ആ സമയത്ത് സംഭാഷണം തർജ്ജമ ചെയ്തത് N കുമാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്.
ഓക്കെ. പിന്നെ ശ്രീനാരായണ ഗുരു ഒരുപാട് പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആശ്രമങ്ങൾ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിൽ ആദ്യം 1887 അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചു. ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം ആ ക്ഷേത്രത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രശസ്തമായിട്ടുള്ള അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ നടത്തിയത് 1888-ലാണ്. അതിനുശേഷം 1898 ക്ഷേത്രയോഗം രൂപീകരിച്ചു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗ SNDPY എന്നൊക്കെ പറയുന്നത് നമ്മൾ 1903 മെയ് 15 രൂപീകരിച്ചു. പിന്നെ അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ച ശിവഗിരി ശാരദ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഇമ്പോർട്ടന്റ് കുറച്ച് PYQ സ്കൂളിൽ ചോദിച്ചിട്ടുള്ളതാണ് അദ്വൈതാശ്രമം. ആലുവയിലെ ശ്രീനാരായണ ഗുരു പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് അദ്വൈതാശ്രമം 1913. ആ ആശ്രമത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഓ സാഹോദര്യം സർവത്ര, ലോകത്തിലെ എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ഒരു വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഈ ആപ്തവാക്യം. പിന്നെ നമ്മുടെ ഫേമസ് ഡയലോഗ് വരുന്നുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ഇവിടെ വെച്ചിട്ടാണ്. അദ്വൈതാശ്രമത്തില് ഒരു സർവമത സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമ്മേളനത്തിന്റെ ഇടയിലായിരുന്നു ഈ ഒരു സന്ദേശം, ഈ ഒരു വാക്യം ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അപ്പൊ ഈ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. ഈ പറഞ്ഞില്ല, ആലുവയിൽ സർവമത സമ്മേളനം നടന്നത് 1924. അതിപ്പോ 1913 അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് 1924 സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ജസ്റ്റിസ് സദാശിവ അയ്യരാണ്. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ആ സമ്മേളനം മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇവിടെ അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം ഓ സാഹോദര്യം സർവത്രയും, സർവമത സമ്മേളനത്തിന്റെ ഒരു മുദ്രാവാക്യം എന്നുള്ള രീതിയിൽ പറഞ്ഞത് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ്. പിന്നെ നമ്മൾ SNDPY ഓരോ സംഘടനയെ കുറിച്ചിട്ട് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകണം. 1903 ഇതിന്റെ ആദ്യകാലത്ത് ഇത് വാവൂട്ടി യോഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മുൻഗാമി എന്ന് പറയുന്നത് വാവൂട്ടി യോഗമാണ്. ആദ്യത്തെയും ആജീവനാന്ത പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആജീവനാന്ത പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു നമ്മൾ കൂടുതലായിട്ടുള്ള ഒരു ബഹുമാനം എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ആജീവനാന്ത പ്രസിഡന്റ് ഒരിക്കലും മാറില്ല ഒരു സംഘടനയുടെ. അതിപ്പോൾ ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരൻ ആശാനാണ്. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് പൽപ്പു ആണ്. പിന്നെ മുഖപത്രം വിവേകോദയം ആണ് 1904. അതിന്റെ ആദ്യത്തെ എഡിറ്റർ കുമാരനാശാനാണ്. വിവേകോദയം എന്ന പത്രത്തിന്റെ എഡിറ്റർ കുമാരനാശാനാണ് ആദ്യത്തെ. പിന്നെ ഔദ്യോഗിക എഡിറ്റർ M ഗോവിന്ദനാണ്. ഇപ്പൊ വിവേകോദയം എന്നുള്ള പേരിലല്ല അറിയപ്പെടുന്നത്, യോഗനാഥം എന്ന പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പൊ SNDPയുടെ മുഖപത്രം വിവേകോദയമാണ്, അതുപോലെ തന്നെ യോഗനാഥമാണ്. ആദ്യകാലത്ത് പേരാണ് വിവേകോദയം, ഇപ്പോൾ യോഗനാഥമാണ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ആദ്യത്തെ വാർഷിക സമ്മേളനം 1904 നടന്നിട്ടുണ്ട്. കാരണം 1903 സ്ഥാപിച്ചത്. 1904 ആദ്യത്തെ വാർഷികം ആഘോഷിച്ചവര് അത് അരുവിപ്പുറത്താണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ശ്രീനാരായണ ധർമ്മ സംഘം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലെ ബോധാനന്ദ സ്വാമികൾ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ട്രസ്റ്റ് 1952 R ശങ്കർ കൊല്ലത്ത് രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലെ ഈ മൂന്നിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് SNDPY തന്നെയാണ്. അതിന്റെ വർഷം 1903 അതിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, മുഖപത്രം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത കാറ്റഗറിയാണ് പ്രധാന കൃതികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കൃതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആദ്യത്തെ കൃതിയാണ് അദ്ദേഹം രചിച്ചത്. പിന്നെ നവമഞ്ചരി നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ചട്ടമ്പി സ്വാമികൾക്ക് ബഹുമാന സൂചകമായിട്ട് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നില്ലേ, ചട്ടമ്പി സ്വാമികൾക്ക് ബഹുമാന സൂചകമായിട്ട് എഴുതിയതായിരുന്നു എന്ന്. ആ കൃതിയാണ് നവമഞ്ചരി. പിന്നെ ജനനി നവമഞ്ചരി എന്ന് പറഞ്ഞ കൃതിയുണ്ട്. ശിവശതകം, ദൈവശതകം, ദൈവദശകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൃതികൾ, ദർശനമാല, ആത്മോപദേശ ശതകം, പിണ്ടനദി. അപ്പൊ ഈ ശതകങ്ങൾ, അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്നൊക്കെ പറയുന്നത് ഒരുവിധം ശ്രീനാരായണ ഗുരുവിന്റെ ആയിരിക്കും. ആത്മവിലാസം, ജാതി ലക്ഷണം, കുണ്ടിലിനി പാട്ട്, ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ശ്രീനാരായണ ഗുരു ഏകദേശം ഓക്കെ എന്ന് കരുതുന്നു.
ഇത്രയും പോയിന്റ്സ് നമ്മളൊരു സോഷ്യൽ റിഫോമർ ആയിട്ട് വരുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ആയതുകൊണ്ട് കുറച്ചധികം വരുന്നതാണ്. എങ്കിൽ കൂടിയും ഇതെല്ലാം PYQs ആണ്. ഒരുവിധം എല്ലാം PYQs ആണ്. അതുകൊണ്ട് തന്നെ ഇതില് ഏത് വിട്ട് കളയണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. എങ്കിലും മാക്സിമം എല്ലാം പഠിക്കാനായിട്ട് നോക്കാം. അടുത്ത പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്നതാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേര് കുമാര ഗുരുദേവൻ എന്നുള്ള രീതിയിൽ ആൾ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ജനിച്ചത് 1879 ഫെബ്രുവരി 17-നാണ്. ഇരവിപേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പത്തനംതിട്ട. ബാല്യകാല നാമം കുമാരനാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ്. നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിലെ ഭൂരിഭാഗവും ഹിന്ദു മതത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന അനീതികൾക്കും അതുപോലെ തന്നെ ദുരാചാരങ്ങൾക്കും എതിരെ പോരാടിയവരാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകൻ ആണ്. ഇദ്ദേഹത്തെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ്. ഇതൊരു PYK ആയതുകൊണ്ട് ആഡ് ചെയ്തതാണ്. ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാകത്താനം ലഹള, അത് ബൈബിള് കത്തിച്ച ഒരു സംഭവമാണ്. ഈ ക്രിസ്തുമതത്തിലത്തെ വർണ്ണവിവേചനത്തിനൊക്കെ എതിരെ പോരാടിയപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ലഹളയാണ് വാകത്താനം ലഹള. അത് ബൈബിൾ കത്തിച്ചിട്ട് ഒക്കെ പ്രതിഷേധിച്ച ഒരു സംഭവമാണ്. 1906-ലാണ് നടന്നത്. പിന്നെ ഇദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ 1909. ക്രിസ്തുമതം ഉപേക്ഷിച്ച ശേഷാവശത അനുഭവിക്കുന്ന ദളിതർക്കായി ആരംഭിച്ച സംഘടന. അതായത് ഈ ദളിതര് ക്രിസ്തുമതത്തിലേക്ക് ഒരു കാലഘട്ടത്തില് മതം മാറിയിരുന്നു. അപ്പോ അങ്ങനെ മതം മാറിയവരെ ഇദ്ദേഹം പിന്തിരിപ്പിച്ചിട്ട് ക്രിസ്തുമതം ഉപേക്ഷിച്ച് വന്നവരുണ്ട് കുറച്ചുപേര്. അപ്പൊ അങ്ങനെ ഉപേക്ഷിച്ചതിന് ശേഷം അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 വന്നിട്ടുള്ളത്. ഇതിന്റെ ആസ്ഥാനം ഇരവിപേരൂരാണ്. മുഖപത്രം ആദ്യാർ ദീപം. മുഖപത്രം ഏതാണ്? ആദ്യാർ ദീപം. അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ SNDPY, അതിന്റെ മുഖപത്രം വിവേകോദയം അല്ലെങ്കിൽ യോഗനാഥം. ഇപ്പോ പൊയ്കൈ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതിന്റെ മുഖപത്രം ആദിയാർ ദീപം. ഇദ്ദേഹത്തിന്റെ മറ്റു പേരുകളാണ് കുമാര ഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, പുലയൻ, മത്തായി. പിന്നെ ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു. പൊയ്കൈ യോഹന്നാൻ 1921, 1931 വർഷങ്ങളിൽ ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു. ഇദ്ദേഹം നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് പ്രക്ഷോഭങ്ങളാണ് മുണ്ടക്കയം ലഹള, വെള്ളിനട ലഹള, അടിലഹള, കൊഴിക്കുംചിറ ലഹള. ഇദ്ദേഹവും മഹാത്മാഗാന്ധിയായിട്ട് ഒരു കൂടിക്കാഴ്ച നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് മാറിക്കുളം മുതൽ കുളത്തൂർ കുന്നുവരെ യുദ്ധവിരുദ്ധ ജാഥ പൊയ്കൈ യോഹന്നാൻ നയിച്ചിട്ടുണ്ട്. ആ ജാഥയുടെ ഒരു മുദ്രാവാക്യം സമാധാനം, ലോകത്തിന് സമാധാനം എന്നുള്ള മുദ്രാവാക്യം ഉണ്ടായിരുന്നു. പിന്നെ തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ എയ്ഡഡ് സ്കൂളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരമുണ്ട്. അതിന്റെ പേരാണ് രത്നമണികൾ. പിന്നെ ഇദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച നാടകമാണ് മനക്കലെ മാണിക്യം. ശാന്തകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ പൊയ്കൈ യോഹന്നാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച നാടകമാണ് മനക്കലെ മാണിക്യം. പിന്നെ 1939 ജൂൺ 29-നാണ് അദ്ദേഹം മരിക്കുന്നത്. അടുത്ത ആൾ നവോത്ഥാന നായകനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ സമയം വെറുതെ എക്സ്റ്റെൻഡ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്. അയ്യങ്കാളിയാണ് അടുത്തത്. പിന്നെ ഇതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കാനൊന്നുമില്ല. ഇത്തരം പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അയ്യങ്കാളിയാണ് അടുത്ത നവോത്ഥാന നായകൻ. ജനനം എന്ന് പറയുന്നത് 1863 ആഗസ്റ്റ് 28. ആഗസ്റ്റ് 28 എന്താ? അയ്യങ്കാളി ജയന്തി നമുക്ക് പൊതു അവധിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തിയും അതുപോലെ തന്നെ സമാധി പൊതു അവധിയാണ്. ഇദ്ദേഹം തിരുവനന്തപുരത്താണ്, വെങ്ങാലൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത് പുലയരാജ, കേരള സ്പാർട്ടക്കസ്, ആളിക്കത്തിയ തീപ്പൊരി എന്നുള്ളതൊക്കെ അയ്യങ്കാളിയുടെ വിശേഷണങ്ങളാണ്. ഇദ്ദേഹം നയിച്ച പ്രശസ്തമായ ഒരു സമരമാണ് വില്ലുവണ്ടി സമരം 1893. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നടത്തിയത്. ആദ്യകാലത്ത് ദളിതർക്കും അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിരുന്നവർക്കൊന്നും പൊതുവഴിയിൽ ബാക്കിയുള്ള ഉയർന്ന ജാതിക്കാർ വരുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ നിഷേധിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അത് ലിമിറ്റ് ചെയ്ത് ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സമരമാണ് വില്ലുവണ്ടി സമരം.
പിന്നെ 1904 അദ്ദേഹം വിദ്യാർത്ഥികൾക്ക്, താഴ്ന്ന ജാതിയിലെ വിദ്യാർത്ഥികൾക്കായി വെങ്ങാനൂരിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ കർഷക സമരം, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യങ്കാളി. കർഷക സമരത്തിനുള്ള ഒരു കാരണം അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയിലെ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്തൊക്കെ പുല്ല് മുളപ്പിക്കും എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു സമരത്തിലേക്ക് ഇറങ്ങിയ, ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങിയ, അല്ലെങ്കിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് അയ്യങ്കാളി. മക്കളുടെ, അതായത് താഴ്ന്ന ജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയിട്ട് ജന്മിമാരെ അല്ലെങ്കിൽ സവർണരെ ഒക്കെ നിർബന്ധിതമാക്കിയ ഒരു സമരമായിരുന്നു കർഷക സമരം. അത് 1905 നടന്നത്. പിന്നെ ഇദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് സാധുജന പരിപാലന സംഘം. 1907 SNDPയുടെ മാതൃകയിൽ രൂപീകരിച്ച ഒന്നാണ്. പ്രധാന ലക്ഷ്യങ്ങൾ എന്താ? താഴ്ന്ന ജാതിയിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രവേശനം, റോഡുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ തന്നെ. മുഖപത്രം സാധുജന പരിപാലനി, വലിയ പ്രശ്നമില്ല. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്നത് സാധുജന പരിപാലനിയാണ്. അത് പുറത്തിറങ്ങിയത് സുദർശൻ പ്രസ്സിൽ നിന്നാണ്. ചങ്ങനാശ്ശേരിയുള്ള ഒരു പ്രസ്സാണ്. അതിന്റെ ആദ്യ മുഖ്യ പത്രാധിപർ ചെമ്പുന്തറ കാളിച്ചോത്തി കറുപ്പൻ എന്ന് പറയുന്ന ആളാണ്. ചെമ്പുന്തറ കാളിച്ചോത്തി കറുപ്പൻ. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നമ്മള് വിവേകോദയം അല്ലെങ്കിൽ യോഗനാഥത്തിന്റെ പത്രാധിപർ, ഫസ്റ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനത്തെ ആൾക്കാരെയും കൂടി കണക്ട് ചെയ്തിട്ട് പഠിക്കാം. അവിടെ നമുക്ക് കുമാരനാശാനും ഡോക്ടർ പൽപ്പും പിന്നെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കൺഫ്യൂസ്ഡ് ആവാതെ ഇടയ്ക്കിടയ്ക്ക് റീവൈൻഡ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട്. പൊയ്കൈ യോഹനാനും അംഗമായിരുന്നു, ഇദ്ദേഹം അംഗമായിരുന്നു. പിന്നെ ഇദ്ദേഹം മറ്റു കുറച്ച് സമരം കൂടി, പ്രശസ്തമായിട്ടുള്ള സമരങ്ങൾ കൂടി നേതൃത്വം നൽകിയിട്ടുണ്ട്. അത് നെടുമങ്ങാട് ചന്തലകളയാണ് 1912. പിന്നെ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബാലരാമപുരത്ത് ഒരു കൂടിക്കാഴ്ച ഇദ്ദേഹത്തിനുണ്ട്, അയ്യങ്കാളിക്കുണ്ട്. 1912 അത് വരുന്നത്. പിന്നെ 1915 കല്ലുമാല സമരം എന്ന് പറയുന്ന ഒരു സമരം ഉണ്ടായിരുന്നു. പെരുന്നാട് ലഹള എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾ അവരുടെ ഒരു ജാതി അധിക്ഷേപം എന്നുള്ള രീതിയിൽ അവർ കല്ലുമാല മാത്രമൊക്കെ ധരിക്കുക, അങ്ങനത്തെ ഒരു ആചാരം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ ഒരു സമരമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. പിന്നെ ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള, പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന മറ്റൊരു സംഭവമുണ്ട്. അതെന്ന് പറയുന്നത് സ്കൂളിൽ പഞ്ചമി എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോ അവിടെ സവർണരതിനെ സമ്മതിച്ചില്ല. അങ്ങനെ സ്കൂള് കത്തിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ലഹളയാണ് ഊരൂട്ടമ്പലം ലഹള എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 90-ാം ആണ്ട് സമരം, പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്. ഇനി ഇദ്ദേഹം മഹാത്മാഗാന്ധിയെ വെച്ച് 1937 സന്ദർശിച്ചിട്ടുണ്ട്. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന് മാറി. അപ്പൊ അത് ആരംഭിച്ച സമയത്ത് സാധുജന പരിപാലന സംഘമാണ്. എന്നാൽ 1938 അത് പുലയ മഹാസഭ എന്ന രീതിയിൽ വീണ്ടും നാമകരണം ചെയ്യപ്പെട്ടു. പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. 1980 ഇന്ദിരാഗാന്ധി കവടിയാറിൽ പ്രതിമ അനാച്ഛാദനം ചെയ്തു. അത് അയ്യങ്കാളിയുടെ ഒരു പ്രതിമ ഇന്ദിരാഗാന്ധി അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ മഹാപുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മഹാത്മാവായ ഒരു മഹാപുത്രൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ മഹാപുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹവും സ്റ്റാമ്പിൽ വന്നിട്ടുണ്ട് 2002. പിന്നെ 2019 കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചു. ഓൾറെഡി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് സൂചകമായിട്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന രീതിയിൽ കേരള സർക്കാർ ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ സമാധി എന്ന് പറയുന്നത് 1941 ജൂൺ 18. ശവകുടീരം പാഞ്ചജന്യം എന്നറിയപ്പെടുന്നു. സമാധി സ്ഥലം, സമാധി എന്ന് പറയില്ല, ഇദ്ദേഹത്തിന്റെ മരിച്ച ഒരു സ്ഥലം പാഞ്ചജന്യം എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ വെള്ളയായനിക്കായലിൽ അയ്യങ്കാളി ജലോത്സവം നടത്തപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ്, അതായത് ഒരു മിസ്സെല്ലേനിയസ് ഡീറ്റെയിൽ എന്നൊക്കെ പറയില്ലേ, അയ്യങ്കാളിയുടെ പേരിൽ ഒരു ജലോത്സവം നടത്തപ്പെടുന്നുണ്ട്. അത് ഏത് കായലിലാണ്? വെള്ളായണി
കായലിലാണ് അത് നടത്തപ്പെടുന്നത്. അടുത്ത നവോത്ഥാന നായകനിലേക്ക് നമ്മൾ പോവുകയാണ്. ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ ജനന ദിവസം എന്ന് പറയുന്നത് 1853 ആഗസ്റ്റ് 25. ആഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ആഗസ്റ്റ് 25 കേരളത്തിൽ ഒരു ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. സ്ഥലം തിരുവനന്തപുരം കണ്ണൻമൂലയിലാണ് സ്ഥലം വരുന്നത്. വീട്ടുപേര് ഉള്ളൂർക്കോട്ട് വീടാണ്. യഥാർത്ഥ നാമം ഇദ്ദേഹത്തിന്റെ അയ്യപ്പനാണ്. അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ നാമം വരുന്നത്. ഇദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും നിലപാടുകൾ എന്ന് പറയുന്നത് നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെയായിരുന്നു. സംബന്ധം, കൂട്ടുകുടുംബ വ്യവസ്ഥ, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെയൊക്കെ ഇദ്ദേഹം പോരാടിയിട്ടുണ്ട്. ജന്തുബലി നിർത്തലാക്കാൻ പ്രവർത്തിച്ചു. തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിലെ ജന്തുക്കളെ ബലി നൽകുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കണം എന്നുള്ള ഒരു ആശയം അതിനു വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. കേരള സെക്രട്ടേറിയറ്റില് ക്ലർക്കായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര്, അതായത് ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാര് പേരട്ടയിൽ രാമൻപിള്ള ആശാൻ ആദ്യത്തെ ഗുരു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഗുരു എന്നുള്ള രീതിയിലാണ് പേരട്ടയിൽ രാമൻപിള്ള ആശാൻ. മറ്റു ഗുരുക്കന്മാരെന്ന് പറയുന്നത് സുബജം പടികൾ, സ്വാമിനാഥ ദേശികൾ, തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ സത്യത്തില് ചട്ടമ്പി സ്വാമികളുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ ഗുരു എന്നുള്ള രീതിയിൽ തൈക്കാട് അയ്യ വരുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത് ഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, അതുപോലെ തന്നെ ബാലഭട്ടാരകൻ, ഷൺമുഖദാസൻ, കാഷായവും കമണ്ഡവും ഇല്ലാത്ത സന്യാസി. ഷൺമുഖദാസൻ, ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിശേഷണങ്ങളാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇദ്ദേഹം വിദ്യാധിരാജ, സർവ വിദ്യാധിരാജ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് തമിഴ്നാട്ടിലെ വടിവീശ്വരത്ത് നിന്നാണ്. തമിഴ്നാട്ടിലാണ് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം. 1882 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. അത് നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രൊഫൈൽ എടുത്തപ്പോൾ ആ കണ്ടുമുട്ടൽ നമ്മൾ ഈ വർഷം ഇതും പറഞ്ഞതായിരുന്നു. അതിനുശേഷം വിവേകാനന്ദനുമായി എറണാകുളത്ത് വെച്ചിട്ട് 1892 അദ്ദേഹം കണ്ടുമുട്ടിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം 2014 ചട്ടമ്പി സ്വാമികളുടെ ഒരു സ്റ്റാമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൃതികൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. വേദാധികാര നിരൂപണം ഉണ്ട്. അതായത് എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും വേദങ്ങൾ പഠിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ള ഒരു ആശയം മുൻനിർത്തിയിട്ട് എഴുതിയ ഒരു കൃതിയാണിത്. പിന്നെ ക്രിസ്തുമത ചേതനമുണ്ട്, ക്രിസ്തുമത നിരൂപണമുണ്ട്, പ്രാചീന മലയാളം എന്ന് പറഞ്ഞുള്ള കൃതിയുണ്ട്, ആദിഭാഷ എന്ന് പറഞ്ഞ കൃതിയുണ്ട്. ആദിഭാഷ എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ കൃതി തമിഴ് എന്നുള്ള രീതിയിലാണെന്ന് പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ്. പിന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട്. അതായത് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. പിന്നെ അദ്വൈത ചിന്താ പദ്ധതി, സർവമത സാരസ്യം, നിശാന്ത വിലാസം, പരമഭട്ടാര ദർശനം, തമിഴകം എന്നീ കൃതികൾ കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രധാന ശിഷ്യന്മാര് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യൻ, നീലകണ്ഠ തീർത്ഥപാദൻ, ബോധേശ്വരൻ എന്നീ ആൾക്കാരാണ്. അപ്പൊ അതത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിൽ കൂടി അറിഞ്ഞിരിക്കുക. അടുത്തത്, അദ്ദേഹം മരിച്ചത് 1924 മെയ് 5 ഇദ്ദേഹത്തിന്റെ സ്മാരകം പന്മന, കൊല്ലം എന്ന സ്ഥലത്തുള്ള, കൊല്ലത്തിലെ പന്മന എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് ചില ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചട്ടമ്പി സ്വാമികളും ദർശനവും എന്ന് ഷോണി മാത്യു ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളും കൃതികളും എന്ന് പറഞ്ഞ മഹേശ്വരൻ നായർ മറ്റൊരു കൃതി രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരു കഴിഞ്ഞു, പൊയ്കൈ യോഹന്നാൻ കഴിഞ്ഞു, അയ്യങ്കാളി കഴിഞ്ഞു, ചട്ടമ്പി സ്വാമികൾ കഴിഞ്ഞു. പണ്ഡിറ്റ് KP കറുപ്പൻ കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ പണ്ഡിറ്റ് KP കറുപ്പൻ, അദ്ദേഹത്തിന്റെ ജനനം 1885 മെയ് 24 സ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരാണ്. എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരാളാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. ശ്രീനാരായണ ഗുരു എവിടെയായിരുന്നു? തിരുവനന്തപുരം. അപ്പൊ അങ്ങനത്തെ ഓരോ ആൾക്കാരുടെയും ജനന സ്ഥലം ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മാതാപിതാക്കൾ കണ്ടത്തിപ്പറമ്പിൽ
പാപ്പു, അതുപോലെ തന്നെ കൊച്ചുപെണ്ണ്. ഇദ്ദേഹത്തിന്റെ സമുദായം അരയ സമുദായം എന്നറിയപ്പെടുന്ന ഒരു സമുദായമാണ് പണ്ഡിറ്റ് KP കറുപ്പന്റെ. ബാല്യകാല നാമം ശങ്കരനാണ്. ശങ്കരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കേരളത്തിന്റെ ലിങ്കൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. ഇദ്ദേഹത്തിന്റെ സംഘടനകളിലെ ഏറ്റവും പ്രധാനം അരയ സമാജമാണ്. 1907 പിന്നെ ബാലസമുദായ പരിഷ്കരണി സഭ തേവരയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിയിൽ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്. കായൽ സമ്മേളനം എന്ന് പറഞ്ഞാൽ അവര് അവരുടെ ആവശ്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമായിട്ട് വേണ്ടിയിട്ട് ഒരു സമ്മേളനം നടത്തണമെന്ന് ചോദിച്ചു ചെന്നപ്പോൾ അധികാരികൾ അതിനുള്ള അനുമതി നിഷേധിച്ചു. അവിടെ സ്ഥലമൊന്നും കൊടുത്തില്ല. അപ്പൊ അവര് അവരുടെ ഒരു വേറിട്ട പ്രതിഷേധ രീതി എന്നൊക്കെ പറഞ്ഞ് ഇവര് കായലിൽ കുറെ ചങ്ങാടമൊക്കെ കൂട്ടി കെട്ടിയിട്ട് കായലിൽ വെച്ച് ആ സമ്മേളനം സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രശസ്തമായ ഒരു സമ്മേളനമാണ് ഈ കായൽ സമ്മേളനം 1913. അതിനുശേഷം 1914 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു. പിന്നെ ജ്ഞാനോദയം സഭ, കല്യാണദായിനി സഭ തുടങ്ങിയ സമൂഹത്തിന് ഉന്നമനത്തിനായിട്ട് നിരവധി സഭകൾ അദ്ദേഹം തന്നെ രൂപം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം കുറച്ചധികം സംഘടനകൾക്ക് നേതൃത്വം അല്ലെങ്കിൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ്. അരയ സമാജമുണ്ട്, ബാല സമുദായ പരിഷ്കരണി സഭയുണ്ട്, അതുപോലെ തന്നെ ജ്ഞാനോദയം സഭ, കല്യാണദായിനി സഭ തുടങ്ങിയ സഭകളൊക്കെ വരുന്നുണ്ട്. അരയ സമാജവും ഉണ്ട്. അരയ സമാജം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാന പദവികൾ, ഇദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു അംഗമായിരുന്നു 1925 കാലഘട്ടത്തില്. പിന്നെ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അദ്ദേഹത്തിന് വിദ്വാൻ എന്ന് പറയുന്ന ഒരു പദവി നൽകിയിട്ടുണ്ട്. പിന്നെ കൊച്ചി മഹാരാജാവ് കവി തിലകൻ എന്ന് പറയുന്ന ഒരു പദവി കൂടി നൽകി. അപ്പൊ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികള് ജാതിക്കുമ്മി, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരായിട്ട് രചിക്കപ്പെട്ട ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ്. പലതവണ ഒരു കൃതിയാണ് ജാതിക്കുമ്മി. പിന്നെ ആചാരഭൂഷണം, ബാലകലേശം, ഉദ്യാന വിരുന്ന്, ലങ്കാമർദ്ദനം, പഞ്ചവടി എന്നിങ്ങനെയുള്ള കൃതികളൊക്കെ ഉണ്ട്. പിന്നെ ഇദ്ദേഹം സമാധി സപ്താഹം എന്നുള്ള ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അത് ചട്ടമ്പി സ്വാമികളുടെ വേർപാടിൽ അനുശോചിച്ചുകൊണ്ട് രചിച്ചതാണ്. ഇദ്ദേഹത്തിന്റെ മരണം 1938 മാർച്ച് 23-നാണ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 5 നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ആണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സോഷ്യൽ റിഫോമേഴ്സ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ആൾക്കാരുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സുകളായിട്ട് അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാനായി നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.